നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ UCL നിന്ന് ഡിയേഗോ സിബയോഡിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പൊട്ടിപ്പുറത്തായി. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരത്തിൽ ആഴ്സണൽ ഏകപക്ഷീയമായി ഒരു ഗോളിന് അവരെ തോൽപ്പിച്ചതോടെ അഗ്രിഗേറ്റ് 2-1 പൊട്ടിപ്പുറത്താകുന്നു. ബാഴ്സലോണയോട് ജയിച്ച സമയത്ത് അന്ന് റാഫീഞ്ഞ അവരോട് പറഞ്ഞത് ഓർമ്മയില്ല, അടുത്ത റൗണ്ടിൽ നിങ്ങളും പുറത്താകുന്നു. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതോടുകൂടി ഒരു ടഫ് ട്രോഫിലെസ് സീസണാണ് സിബയോണിയുടെ സംഘത്തിന്. UCL നിന്ന് ഇതാ സെമി ഫൈനലിൽ എലിമിനേറ്റഡ് ആയിരിക്കുന്നു. കോപ്പ ഡെൽ റേ ഫൈനലിൽ റയൽ സോസിഡാഡിനോട് തോറ്റു. ലാലിഗയിൽ 26 പോയിൻ്റ് പുറകിലാണ് ഇപ്പോൾ ബാഴ്സലോണയേക്കാൾ. ചുരുക്കത്തിൽ ട്രോഫിലെസ് സീസണാണ്. ഇതോടുകൂടി സംഭവിക്കുന്നത് എന്താ? മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള സമയത്ത് അർജൻറ്റീനക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കുമൊപ്പം ഫുട്ബോൾ ലോകത്ത് നേടാവുന്നതൊക്കെ നേടിക്കഴിഞ്ഞ ഒരാളാണ് ഹുലിയൻ അൽവാരസ്. അദ്ദേഹത്തെ കിരീടങ്ങളുടെ രാജകുമാരൻ എന്ന് അതുകൊണ്ട് തന്നെ വിളിക്കാറുണ്ടായിരുന്നു. ആ രാജകുമാരന് ഇപ്പോൾ ഇതാ ഒരു കിരീടവുമില്ലാത്ത ഒരു സന്ദർഭം, ഒരു കിരീടക്ഷാമം, കിരീട വരൾച്ച അത്ലറ്റിക്കോ മാഡ്രിഡിലെത്തി. രണ്ടാമത്തെ സീസണിലും അതാണ് അവസ്ഥ. ഹുലിയൻ അൽവാരസ് സ്റ്റിൽ ഹാസൻറ്റ് വൺ എ ട്രോഫി വിത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്നലെ നോക്കുക, അദ്ദേഹത്തിൻ്റെ ടീമിന് ഗോൾ ആവശ്യമുള്ള സമയത്ത് അദ്ദേഹത്തെ സബ് ചെയ്യുകയാണ് കോച്ച് ചെയ്തത്. 66-ാമത്തെ മിനിറ്റിൽ താരത്തിന് ആംഗിൾ ഇഞ്ചുറി ഉള്ളതുകൊണ്ടാണ് പിൻവലിച്ചത് എന്ന് പിന്നീട് വിശദീകരണം വന്നു. ഏതായാലും അന്റോയിൻ ഗ്രീസ്മാൻ്റെ കാര്യവും, ഗ്രീസി ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ജേഴ്സിയിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കളിക്കില്ല. അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങുന്നത് പ്രധാനപ്പെട്ട കിരീടങ്ങളൊന്നും നേടാതെയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗോ ലാലിഗ കിരീടമോ കോപ്പ ഡെൽ റേ ട്രോഫിയോ ഒന്നും അദ്ദേഹത്തിന് അത്ലറ്റിക്കോ മാഡ്രിഡിനൊപ്പം നേടാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഈ കാലയളവിൽ 2019-2022 ഇടക്കൊന്ന് ബാഴ്സലോണയിലേക്ക് പോയി. ആ സമയത്ത് 2021 അത്ലറ്റിക്കോ ലാലിഗ നേടുകയും ചെയ്തിരുന്നു എന്നുള്ളത് വല്ലാത്തൊരവസ്ഥയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം ഓർലാൻഡോ സിറ്റിയിലേക്ക് കയറുകയാണ്. അതിനർത്ഥം അദ്ദേഹം അത്ലറ്റിക്കൊപ്പം ഒരു കിരീടവും നേടിയിട്ടില്ല എന്നല്ല. സൂപ്പർ കോപ്പ ഡി എസ്പാന, യൂറോപ്പ ലീഗ്, യുവേഫ സൂപ്പർ കപ്പ് ഇങ്ങനെയുള്ള കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ കോപ്പ ഡെൽ റേയോ ലാലിഗയോ യുവേഫ ചാമ്പ്യൻസ് ലീഗോ അങ്ങനെയുള്ള പ്രമുഖ കിരീടങ്ങളൊന്നും നേടാതെ ആന്റോയിൻ ഗ്രീസ്മാൻ അത്ലറ്റിക്കോയുടെ പടിയിറങ്ങുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.